നിങ്ങൾ പോൺ വീഡിയോസ് വാച്ച് ചെയ്യുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇന്നലെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ നിന്ന് കേട്ട ന്യൂസ് വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. 9ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനി പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. അതും ചെയ്തിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി. എങ്ങനെ ഇത്തരം ചെറിയ കുട്ടികളുടെ മൈൻഡിൽ ഇത്തരം ബാഡായ ചീപ്പായ ആക്ടിവിറ്റികൾ രൂപപ്പെടുന്നു? ഈ കേട്ടത് ഏറ്റവും ലേറ്റസ്റ്റായ വാർത്ത. 2024-25 കാലയളവിൽ ഒട്ടനവധി വാർത്തകൾ ഇത്തരത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കേസുകളുടെ ഡാറ്റ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവസാനമായി അതിന്റെ റിസൾട്ട് എത്തുന്നത് ഈ ചെയ്യുന്നവരെല്ലാം പോൺ വീഡിയോസിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, അടിമയായിക്കൊണ്ടിരിക്കുന്നു. അതായത് എന്താണോ പോൺ സൈറ്റിൽ കാണപ്പെടുന്നത് അത് സ്വയം ജീവിതത്തിലും പ്രാക്ടിക്കലായി ചെയ്യാൻ ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ പോൺ വീഡിയോസ് കാണുന്നവരുടെ ശതമാനം കുറവാണെങ്കിലും വിത്തിൻ ലാസ്റ്റ് ഇയറിൽ അമേരിക്കയിൽ പോൺ വീഡിയോസ് വാച്ച് ചെയ്തവരുടെ ശതമാനം നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്നവരാണ്. വിത്തിൻ ലാസ്റ്റ് ഇയർ മെൻസ് 43%, ഗേൾസ് വുമൻസ് 83% വരെ പോൺ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ജനങ്ങളിൽ ഇത്രത്തോളം പോൺ വീഡിയോസിലേക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ബേസിക് കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരം നിരന്തരം കേസുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം പോൺ വീഡിയോസ് വാച്ച് ചെയ്ത് അഡിക്റ്റ് ആയവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വയം ജീവിതത്തിൽ ഒരുപാട് ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇതുണ്ടാക്കി തരുന്നുണ്ട്. ഭാര്യയോടുള്ള സാറ്റിസ്ഫാക്ഷൻ കുറവ് വരുന്നു. അതുപോലെ തന്നെ എന്താണോ കണ്ടത് അതുപോലത്തെ ഒരു ബിഹേവിയർ പബ്ലിക്കിൽ അവനിൽ രൂപപ്പെടുന്നു. ശാരീരികമായി പറയുകയാണെങ്കിൽ ഓർമ്മക്കുറവ്, അതുപോലെ മുടി കൊഴിച്ചില്, മറവി, മെന്റലായ പല ഇഷ്യൂകൾ, കാഴ്ചക്കുറവ്, ടെൻഷൻ, ആത്മവിശ്വാസക്കുറവ്, രോഗപ്രതിരോധ ശേഷി കുറവ്, ഇത്തരത്തിൽ ഒരു മനുഷ്യനിൽ അനിവാര്യമായിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പോൺ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിലൂടെ അവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഈ കാലത്തിന്റെ പോക്ക് എന്ന് പറഞ്ഞാൽ കാണുന്നതിനോടൊപ്പം കണ്ടത് മറ്റുള്ളവരിലേക്ക് വരെ ഷെയർ ചെയ്ത് അവരെ കൂടി ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മോശമായ ചിട്ടം ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം പോൺ വീഡിയോസ്, മോശപ്പെട്ട കാഴ്ചകളും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യുന്നവരോട് പതിവാക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. ആ പ്രാർത്ഥന എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇത്തരം സ്വഭാവമുള്ള, ഇത്തരം വാച്ച് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്ക് മസ്റ്റായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ്.